1 തീമോഥെയോസ് 2:5-6 വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, ദൈവം ഒരുവനല്ലോ, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഇവിടെ എന്തിനാണ് ഈ മധ്യസ്ഥനെ? ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മറുവിലയായവൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായ ഒറ്റ ഒരാളേ ഉള്ളൂ, യേശു മാത്രം. ആ യേശു നമുക്ക് വേണ്ടി തന്നെത്താൻ യാഗമായി. നിങ്ങൾ പുത്രന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് പിതാവ് നൽകുമെന്ന്. പിതാവിന് തരാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ആ പിതാവിനെ അതേപടി അനുസരിച്ച ഒരു മകനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ആ യേശുവിന്റെ നാമത്തിൽ എന്ത് പിതാവിനോട് ചോദിക്കുന്നുവോ ആ പിതാവ് അതിന് മറുപടി തരിക തന്നെ ചെയ്യും. മധ്യസ്ഥൻ എന്തിനാ? ഇന്ന് ഭവനത്തിൽ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം അവർക്ക് വരുമ്പോൾ പലപ്പോഴും കുട്ടികൾ നേരെ ചെന്ന് ഫാദറിനോട് ചോദിക്കാൻ ഒരു മടിയാ. അവരാദ്യം അമ്മമാരോട് പറയും, തന്റെ മമ്മിമാരോട് പറയും ആവശ്യം ഇന്നതുണ്ട്. അവർക്കറിയാം പിതാവിനോട് ചോദിച്ചാൽ ലഭിക്കും. എന്നാലും അവർ ആഗ്രഹിക്കുന്നു ത്രൂ അമ്മയിലൂടെ പറയാൻ, അമ്മയൊന്ന് പറയാൻ. ഇവിടെ അമ്മ ഒരു മീഡിയേറ്ററാ വീട്ടില്. അതുപോലെ തന്നെ പിതാവിന്റെ സന്നിധിയിൽ ഒറ്റൊരു മീഡിയേറ്ററേ ഉള്ളൂ നമുക്ക്, യേശു മാത്രം. ആ പുത്രന്റെ ഈ വചനം മുഴുവൻ വായിച്ചാലും അറിയാം, ഹല്ലേലൂയ, വേറെ ആരോട് ചോദിച്ചാലും വേറെ ഒരു മധ്യസ്ഥനില്ല. ഇന്ന് യേശു മാത്രമേ മധ്യസ്ഥനായിട്ടുള്ളൂ, ഈ യേശുവിന്റെ നാമത്തിൽ. കാരണം ഈ യേശു മാത്രമേ നമുക്ക് വേണ്ടി മറുവിലയായുള്ളൂ. എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്റെ ജീവനെ നൽകിയ ഒറ്റൊരു പിതാവേ ഉള്ളൂ, യേശു മാത്രം. ആ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ആ പിതാവ് നൽകും. ഒരു ദൈവമേ ഉള്ളൂ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അവരൊന്നാ. നിങ്ങൾ പിതാവിനോട് എന്ത് ചോദിക്കുമ്പോഴും പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ആ പിതാവ് നൽകിയിരിക്കും. ഒരു മധ്യസ്ഥനേ ഉള്ളൂ, യേശു മാത്രം. യേശു മാത്രമേ ഉള്ളൂ. ഈ വചനം ആദ്യം മുതൽ അവസാനം, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ നോക്കിയാൽ അറിയാം, പുത്രന്റെ നാമത്തിൽ ചോദിച്ചാൽ നൽകാമെന്ന് ആ വചനം പറയുന്നത്. യേശു മാത്രമേ ഉള്ളൂ മധ്യസ്ഥൻ. വേറൊരു മധ്യസ്ഥൻ നമുക്കില്ല. ഇന്ന് നിന്റെ ആവശ്യം എന്താണോ, നിന്റെ ആഗ്രഹം എന്താണോ, ആ യേശുവിന്റെ നാമത്തിൽ നീ പിതാവിനോട് ചോദിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ പിതാവ് അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. പിതാവെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹസ്ബൻഡിനെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തി അപ്പ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നാഥ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നിന്റെ അത്ഭുതകരം ആ മകനെ നീ തൊടുന്നതിനായ സ്തോത്രം. കർത്താവെ തകർന്ന കുടുംബങ്ങളെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത ഭവനങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ സ്വർഗീയ സമാധാനം ഭവനങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ നാഥ. നിന്റെ സ്വർഗീയമായ സമാധാനം ഓരോ കുടുംബങ്ങളുടെ മേലും ഭവനങ്ങളുടെ മേലും വ്യക്തി ജീവിതങ്ങളുടെ മേലും അപ്പാ നീ അയച്ചിരിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവേ നിന്റെ സാന്നിധ്യത്താൽ എല്ലാവരും നീ നിറയ്ക്കുന്നതിനായ സ്തോത്രം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുമ്പോൾ കർത്താവേ അപ്പാ നീ അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്രം. നീ വിടുവിച്ചിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.